നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 22. പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയമിപ്രകാരമാകും. നയമതിനാല് നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. കൃമികീടങ്ങൾ മുതൽ സർവോത്തമനായ മനുഷ്യൻ വരെ എല്ലാവരും എപ്പോഴും സുഖം തേടുന്നു. നമ്മുടെ ഓരോ കാൽവയ്പും സുഖത്തെ ലാക്കാക്കിയാണ്. സുഖപ്രാപ്തിക്കുള്ള മാർഗമായി നാം മുമ്പിൽ കാണുന്നത് ഇന്ദ്രിയങ്ങളെ പ്രീണിപ്പിക്കുക, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുക എന്നിവയൊക്കെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് സ്വയമേ സുഖവും ദുഃഖവും അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ സുഖദുഃഖങ്ങൾ തികച്ചും മനസ്സിൻ്റെ അനുഭവമാണ്. മനസ്സിന് സുഖം തോന്നുന്നത് വ്യക്തമായ ഒരു കാരണത്താലും ഗൂഢമായ വേറൊരു കാരണത്താലുമാണ്. ആദ്യമായി വ്യക്തമായ കാരണം പറയാം. നമ്മുടെ ഉള്ളിൽ എണ്ണമറ്റ താല്പര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു. ഓരോ താല്പര്യത്തിനും ഒളിവിൽ നിന്നും മനസ്സിൻ്റെ ബോധാവസ്ഥയിൽ കടന്നു വന്ന് ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും യഥാവത്കരിക്കുവാനുള്ള സൗകര്യം പുറമേയിരിക്കുന്നു. ഉദാഹരണം പറയാം. വിശക്കുന്നവന് ആഹാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധനം ഇച്ഛിക്കുന്നവന് അത് സമ്പാദിക്കാനുള്ള സാധ്യത വെളിയിലുണ്ട്. സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നവന് അതിനുള്ള സാഹചര്യം ഇണങ്ങി വരുന്നു. അകത്തിരിക്കുന്ന താല്പര്യവും പുറത്തിരിക്കുന്ന സാഹചര്യവും ഇണങ്ങി വരുമ്പോൾ മനസ്സ് ഇവയെ പൂർണ്ണമായി സമഞ്ജസപ്പെടുത്തുന്നത് അതുവരെ ഒളിഞ്ഞിരുന്ന ആഗ്രഹത്തെ പ്രകടമായ ഒരു പ്രിയതയായി രൂപാന്തരപ്പെടുത്തിയാണ്. ഒരു വസ്തുവിൽ പ്രിയത വർദ്ധിക്കുമ്പോൾ പ്രിയ വിഷയത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനന്ദലബ്ധിക്കായി പ്രവർത്തിക്കുവാനുള്ള പ്രേരണയുണ്ടാകുന്നു. അത് കർമ്മമായി പരിണമിക്കുന്നു. നമ്മുടെ ഓരോ ക്രിയയുടെയും പിന്നിൽ പ്രിയതയാണ് പ്രവർത്തിക്കുന്നത്. അതങ്ങനെ അല്ലാതിരിക്കുന്നത് പരേച്ഛയ്ക്ക് വിധേയരായി അടിമകളെപ്പോലെ പെരുമാറേണ്ടി വരുമ്പോൾ മാത്രമാണ്. നാം വിഷയത്തിലേക്ക് സമാകൃഷ്ടരാകുമ്പോൾ ആ വിഷയത്തെ പ്രിയതരമാക്കിയിരിക്കുന്ന വാസനയെപ്പറ്റി ഓർക്കുന്നില്ല. നമ്മെ ആകർഷിക്കുന്നത് വിഷയത്തിൽ കുടികൊള്ളുന്ന ഏതോ മാസ്മരികതയാണെന്ന് മിക്ക പേരും തെറ്റിദ്ധരിക്കുന്നു. ഈ മൗഢ്യം കൊണ്ട് ഭോക്താവിൻ്റെ വിവേകം നശിച്ചിരിക്കുമ്പോൾ അയാളിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മം മൃഗീയവും പ്രാകൃതവുമായി കാണപ്പെടുന്നു. ഇനിയും ഗൂഢമായ കാരണം പറയാം. നമ്മുടെ വാസ്തവികമായ സത്ത നിത്യമുക്ത ശുദ്ധവും ശാന്തവുമായ ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞതുകൊണ്ട് ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു ഗോസ്റ്റ് എന്നോ സ്പിരിറ്റ് എന്നോ ഒന്നുമല്ല മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിലും കാണപ്പെടുന്ന ഉണ്മയെയാണ് സത്ത് എന്ന് പറയുന്നത്. യാതൊരു അറിവിൽ ആ ഉണ്മ മുദ്രിതമായിരിക്കുന്നുവോ അതിനെയാണ് ചിത്ത് എന്ന് പറയുന്നത്. സുഖം എന്നും ദുഃഖമെന്നും എല്ലാം വിലയിരുത്തുവാൻ അകമേ മാനദണ്ഡമായിരിക്കുന്ന ഒരു വിവേചനാ ശക്തിയുണ്ട്. അത് വിവേചിക്കുന്ന മനസ്സിലും വിവേചിക്കപ്പെടുന്ന വിഷയത്തിലും അഭേദമായിരിക്കുന്ന ലക്ഷണയാണ്. അതിനെ ആനന്ദം എന്ന് പറയുന്നു. ഈ സന്മാത്ര പ്രഭാവത്തെയും ചിന്മാത്ര പ്രകാശത്തെയും ഒന്നിച്ചു ചേർത്ത് പറയുന്നത് ആത്മാവെന്നാണ്. ആ ആത്മാവിനെ മനസ്സ് അന്യമെന്ന പോലെ കാണുന്നു.
ഇന്ദ്രിയങ്ങൾ നാനാരൂപമുള്ളതുപോലെയാക്കുന്നു. ഉണ്മ ഉണ്മയിലേക്കും, അറിവ് അറിവിലേക്കും, ആനന്ദം ആനന്ദത്തിലേക്കും എപ്പോഴും മടങ്ങിപ്പോകുന്ന സ്വഭാവമുള്ളതാണ്. പരസ്പരം ശരീരബദ്ധരായിരിക്കുന്ന രണ്ടു വ്യക്തികൾ അന്യോന്യം ആനന്ദ വിഷയമായി കാണുമ്പോൾ ഞാൻ എന്നും നീ എന്നും വ്യവഹരിക്കുന്നു. എന്നാൽ അവർ പരസ്പരാശ്ലേഷത്തിൽ നിമഗ്നരായി കഴിയുമ്പോൾ നാം എന്നും നമ്മൾ എന്നും പറയുന്നു. ഇവിടെ ആദ്യം പരനായി കണ്ടിരുന്ന ആൾ തന്നെ അന്യനല്ലാതെയാകുമ്പോൾ അപരനായി എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ ഭിന്ന ശരീരങ്ങളിലിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ ഇവരെല്ലാം കൂട്ടായ്മയിൽ വന്ന് ഏകീകരിക്കാൻ കാരണമായിരിക്കുന്നത് ആനന്ദഘനമായ യാതൊരു ആത്മാവാണോ അതിനെയാണ് നാം എപ്പോഴും അന്വേഷിക്കേണ്ടത്, അറിയേണ്ടത്. അതിനെ അറിയുന്നവൻ സ്വന്തം പ്രിയത തന്നെയാണ്. അന്യനെന്ന് വ്യവഹരിക്കപ്പെടുന്ന അന്യനല്ലാത്ത മറ്റേ ആളിൻ്റെതെന്നും മനസ്സിലാക്കും. ഇപ്രകാരം കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന പ്രിയത എപ്പോഴും അതിൽ ഭാഗഭാക്കാക്കുന്നവരെയെല്ലാം ഏകീകരിക്കുന്ന ആനന്ദമായി കാണുമ്പോൾ തൻ്റെ പ്രിയം തന്നെ അപരൻ്റെ പ്രിയത്തിന് കാരണമായി ഭവിക്കുന്നു.